നമുക്കറിയാം ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും എല്ലാം ആരംഭിച്ച IT മന്ത്രിയായിരുന്നു സി കുഞ്ഞാലിക്കുട്ടി സാഹിബ്. നോക്കൂ, വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്ന സമയമാണ്. ടെക്നോ പാർക്ക് കേരളത്തിൽ കൊണ്ടുവന്നത് ഇടതു സർക്കാരാണ്, നയനാർ സർക്കാരാണ്. അതിൽ ആദ്യം ഞാൻ സ്മൃതി പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു മറുപടി കൂടി, ഒരു വിയോജിപ്പ് കൂടി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാമെന്ന് കരുതുന്നു. നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു. നവകേരള സദസ്സ് എന്താണ് ബാക്കി വെച്ചത് എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, 982 കോടി രൂപയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വിവിധ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നവകേരള സദസ്സിൽ നിന്ന് കണ്ടെത്തിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ മാറ്റിവെച്ചത്. കോൺഗ്രസ് MLA-മാർക്കടക്കം ഒരു മണ്ഡലത്തിൽ 7 കോടി രൂപയാണ് നിശ്ചിതമായും അവർ തന്നെ മുന്നോട്ട് വെച്ച നവകേരള സദസ്സിൽ ഉയർന്ന വികസന പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ചിരിക്കുന്നത്. കൊടുത്ത വാഗ്ദാനങ്ങളിൽ 99% കഴിഞ്ഞ 600 വാഗ്ദാനങ്ങളിൽ 900 വാഗ്ദാനങ്ങളിൽ ഏറിയ പങ്കും 99% നടപ്പിലാക്കിയാണ് ഒന്നാം പിണറായി സർക്കാർ തുടർച്ചയിലേക്ക് വരുന്നത്. രണ്ടാം പിണറായി സർക്കാർ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇനി അവശേഷിക്കുന്നത് 100-ൽ താഴെ മാത്രം വാഗ്ദാനങ്ങളാണ്. അത് ഈ വരുന്ന 2 മാസത്തിനുള്ളിൽ നടപ്പിലാക്കാൻ പോകുന്ന മറ്റു ചില കാര്യങ്ങൾ മാത്രമാണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം 90-95% മാനിഫെസ്റ്റോ നടപ്പിലാക്കിയ ഒരേ ഒരു സർക്കാരേ കേരളത്തിലുള്ളൂ. അത് ഇടത് സർക്കാരാണ്. അത് നമ്മളുടെ മുന്നിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്നേ. നമുക്കിത് വാദിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല, കണക്കാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഇത് ആരെങ്കിലും ഒരാൾ വെല്ലുവിളിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ തന്നെ സമ്മതിക്കാൻ തയ്യാറാണ്. ഇടത് സർക്കാർ മാനിഫെസ്റ്റോ നടപ്പാക്കിയതുപോലെ അത്രയും സ്ട്രൈക്ക് റേറ്റോടുകൂടി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ മാനിഫെസ്റ്റോ നടപ്പാക്കിയിട്ടുള്ളൂ. എന്താണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മാനിഫെസ്റ്റോ? എവിടെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കല്ലിട്ടിട്ട് പോയ പദ്ധതികളുടെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ? ഞാനൊരു ഉദാഹരണം പറയാം, പ്രേക്ഷകർക്ക് വളരെ എളുപ്പം മനസ്സിലാവും. ഈ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിക്കാതെ വികസന പ്രവർത്തനം UDF സർക്കാർ നടത്തിയതിൻ്റെ ഒരു മാതൃക കോട്ടയം നഗരത്തിൽ ഉയർത്തി നിൽപ്പുണ്ട്. നമ്മളതിനെ മനോഹരമായൊരു പേരിട്ടിട്ടുണ്ട്, ആകാശപാത എന്നാണ്. ആർക്കു വേണ്ടി ആകാശപാത ഉണ്ടാക്കാൻ ശ്രമിച്ചത്? ജനങ്ങളിൽ നിന്നൊരു അഭിപ്രായം എടുത്തോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആകാശപാതയുമായി വരുന്നതിനൊപ്പം ഇന്നും ഇങ്ങനെ കുറെ ഇരുമ്പ് പാളികളിൽ, ഇങ്ങനെ ഇരുമ്പ് കമ്പികളിൽ ഇങ്ങനെ നിൽപ്പുണ്ട് ആകാശപാത. ജനങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കാത്തതിന്റെ പ്രശ്നമാണ്. സർക്കാർ ജനങ്ങളിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. ജനാധിപത്യത്തിന്റെ സുന്ദരമായ ആശയങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ ആവർത്തിക്കുന്നു, ഈ 4 ചോദ്യങ്ങളിലൊന്നും ഇടത് സർക്കാരിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടി പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ചോദ്യങ്ങളല്ല. ഒന്ന്, വികസന പദ്ധതികൾ സംബന്ധിച്ച് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെ? ഇടത് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ പരിപാടി മെച്ചപ്പെടുത്താനുള്ള പരിപാടിയാണോ? കഴിഞ്ഞ 10 വർഷങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, കിഫ്ബി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമോ, അതുവഴി നിങ്ങളുടെ റോഡുകൾ വികസിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതികൾ നടപ്പിൽ വരുമ്പോൾ അവർക്കുള്ള വിമർശനം രേഖപ്പെടുത്താനുള്ള ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. യെസ് ഓർ നോ എന്ന ചോദ്യമല്ല. പുതിയ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആരംഭിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം, ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ വേണം? നോക്കൂ, കേരളം കൊണ്ടുവന്ന ചരിത്രപരമായ ഒരു കാര്യമായിരുന്നില്ലേ 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ വീതം പ്രതിമാസം